അതാണ് ഇന്നത്തെ. എല്ലാവർക്കും റേഡിയോയില് കേക്കാം. ഒന്നുമില്ല, നേരെ അഗ്രഷൻ കാണിച്ചോളാം കേട്ടാ. ഇത്രേ ഉള്ളൂ. നമുക്ക് വിശക്കുന്നു, നമുക്ക് ഭക്ഷണം കഴിക്കാം. അതിന് വേണ്ടിട്ട് നമ്മള് വേഗം പോയി തീർത്ത് വെച്ച് വരാം. പെട്ടെന്ന് വേണമെങ്കിൽ വിശക്കുന്നുണ്ട്. ഫുഡ് കഴിക്കണ്ടേ? നിനക്കൊക്കെ ഫുഡ് കഴിക്കണ്ടേ? അങ്ങനെ പറയല്ലേ അപ്പാ, ഇങ്ങനെ പറഞ്ഞ എല്ലാരും പെട്ടെന്ന് പോയി കുത്തിച്ചെത്താലോ. ഡോർക്കി അപ്പൊ എങ്ങനെ ഇന്ന് നമ്മൾ അടിക്കല്ലേ? അപ്പാ ഞാൻ ഡോർക്കിയുടെ കൂടെ, ഞാൻ കിണ്ടിയുടെ കൂടെ കളിക്കാം. ഞാൻ എലിയിലൊന്നും ഞാൻ അപ്പാ എനിക്ക് താഴെ കളിക്കണം. അത് ഞാൻ ഓടിക്കാം അപ്പാ ഞാൻ ഓടിക്കേ. ഞാൻ ഇതായി മാസ്ക് ഒക്കെ ഇട്ടിട്ട് അപ്പാപ്പൻ പറയുന്ന ഡോർക്കി ഒരു മണ്ണയാന്നാണോ വണ്ടി ഓടിക്കാറേ? അല്ല ഡോർക്കി അല്ല, വണ്ടിയല്ലല്ലോ. നീ നേരത്തെ അവൻ വണ്ടി ഓടിച്ചിട്ടാണ് നീ അത്തല്ലല്ലോ. മറ്റേ അറിഞ്ഞോണ്ട് വീഡിയോ ചെയ്ത അതിന് മുന്നത്തെ നീ അവരെന്തെല്ലാം ചെയ്തിട്ടാണ് നീ അത്തല്ലല്ലോ. സത്യം എന്നാൽ എന്നെ എല്ലാരും കൂടി വീഡിയും കയറിച്ചാവും ഇങ്ങനൊക്കെ പറഞ്ഞാൽ ഇത് എന്താണ്? ഇവന്മാർ അറിഞ്ഞോണ്ട് വീഡിയും ചെയ്യുന്നല്ലേ? എടാ അന്ന് നീ അന്ന് മറ്റേ MG3 സിറ്റുവേഷന് പിക്ക് എടുത്തില്ലേ? അന്ന് കണ്ണു സത്യം അന്നേ കണ്ണു വെച്ചാ. ഞാൻ ഒഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്നത്തെ കളി പൊളിച്ച്. അപ്പൊ ഒരു കാര്യം, നമുക്ക് എല്ലാരും കഴിഞ്ഞിട്ട് ഇല്ലേ, നമുക്ക് എല്ലാരും കുത്തി കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങ് കൊത്താം, എന്നിട്ട് അങ്ങ് കടിയാം. അപ്പാപ്പൻ ചത്താലും ഞാൻ ചാകത്തില്ല. ഞാൻ ഓടിച്ച് വണ്ടി സീറ്റ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ പോകും. എവിടെയുണ്ട്? അപ്പാപ്പനല്ല ഞാൻ അടിച്ചു കഴിഞ്ഞാൽ അപ്പാപ്പൻ വാങ്ങിച്ചു തരും എനിക്ക് മന്തി. എന്താ സിറ്റുവേഷൻ? എന്താ സിറ്റുവേഷൻ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. സെക്കൻഡ് സ്നൈപ്പ് സെക്കൻഡ് നോക്കായി കിടക്കുവായിരുന്നു. നമ്മളവിടെ ഇടിച്ചിടിച്ച് കളിച്ചിട്ട് അപ്പൊ സെക്കൻഡ് നോക്കായി കിടക്കുമ്പോ അവന്മാര് വന്നിട്ട് പറഞ്ഞ് നീ എന്താ കിണഞ്ഞടക്കുന്നേന്ന് ചോദിച്ചു. അപ്പൊ സെക്കൻഡ് അവനായിട്ട് ഇങ്ങനെ സംസാരമായിക്കൊണ്ടിരുന്നപ്പോ ഞാൻ ചോദിച്ചു ബ്രോക്ക് എന്താ പ്രശ്നം? അവനെ ഇവിടെ ഇരിക്കണേന് ബ്രോ എന്തിനാ ഇവിടെ വന്നിരിക്കണം? ബ്രോക്ക് ഇവിടെ നിന്ന് ലീവ് ചെയ്തൂടെന്ന്. അപ്പൊ ഞാൻ ലീവ് ചെയ്തിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, നിനക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ അടുത്ത് കൊണേ. അപ്പൊ സെക്കൻഡ് പൊക്കിയിട്ട് സെക്കൻഡ് വാണിഫയർ കൊടുത്ത് ഞാൻ അടിച്ചു തന്നു. ഇവന്മാര് പോയിട്ട് ഇവന്മാർക്ക് ഓർമ്മയില്ല, ഇവനെ കത്തിച്ചോണ്ടാ ആർക്കും അറിഞ്ഞൂടാ. അപ്പൊ ഇവന്മാര് മറ്റേ പറയാൻ മടിയുള്ളവന്മാരാണ് ഈ പറയണ്ട വിട്ടേക്കട അത്രയ്ക്ക് ഇതാണ് എങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നമ്മളെ കൊല്ലാന്ന് വെച്ചു. അപ്പൊ അവന്മാര് പറഞ്ഞു പ്രീ അവന്മാര് പറഞ്ഞ് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പറയണ്ട വിട്ടേക്കടാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു നമ്മളടിച്ചത് എന്താ പ്രശ്നം എന്ന് വെച്ചു. അപ്പൊ അവന്മാര് പറഞ്ഞ് സിറ്റുവേഷൻ ആയിട്ട് അവന്മാര് കണ്ടിന്യൂ ചെയ്യാം, അവർക്ക് പ്രീ വാർ അടിക്കണം. ഞാൻ കെവിനെ വിളിച്ചിട്ട് വരാം. ഞാൻ പോയിട്ട് വരാം. D3 എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തല്ലേ പിന്നെ തൊട്ടടുത്തല്ലേ? D3 എന്ന് പറയുന്നത് ഇവിടെ നടന്നു വരാം. ചന്ദ്രു വണ്ടി ഉണ്ടോ കെവിനെ? അല്ല ഞാൻ ചോദിച്ച പുറത്താരെങ്കിലും ഉണ്ടോന്ന്. ഞാൻ ഗരാജ് വരെ ഓടിയിട്ടാ എടുത്ത D3ന്റെ അടുത്ത്. വേറെ വിളിക്കാൻ പറ്റത്തില്ലായിരുന്നു. 16 മണിക്കൂർ ഉറങ്ങിയത്. ഞാൻ നേരെ അവിടെ വന്നിട്ട് ഇവിടെ വന്ന് നേരെ രാത്രി 10 മണിക്ക് കിടന്ന്, എന്നിട്ട് രാവിലെ 10 മണിയാകുമ്പോ എണ്ണീറ്റ്, എന്നിട്ട് 10:30 വീണ്ടും കിടന്ന്, എന്നിട്ട് ഉച്ചക്ക് 3:30 എണ്ണീറ്റ്, എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് വീണ്ടും കിടന്ന് 7:30 എണ്ണീറ്റ്. ഞാനൊന്നും ഉറങ്ങാൻ പാടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ,
ഇപ്പൊ ഒരു ബ്ലേഡ് എടുത്ത് എന്റെ കയ്യിൽ തോണ്ടിയാൽ ആൽക്കഹോളെ പുറത്തു വരുള്ളൂ. അതാണ് എന്റെ അവസ്ഥ ഇപ്പൊ, മനസ്സിലായോ? മിസ്റ്റർ എക്സ് വിളിച്ച് എന്താ ഇവന്റിന്റെ കാര്യം പറയാൻ 11 മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഓ നമുക്കിത് കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പൊ വരുമെന്ന് പറയട്ടെ, ലീഡർ വേണമെന്ന് പറഞ്ഞു. ഓ ഓക്കെ 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 സെറ്റ്. അണ്ണാ പറയടാ. വാസന്റെ ഫോൺ ഓൺ ആക്കി ഒരു സാധനം അയച്ചു തരാവേ. ഫോൺ ഈ സാധനമൊക്കെ എങ്ങനെയാ സെൻഡ് ചെയ്യണ്ടേ? ഈ സാധനം വെയിറ്റ്. സെൻഡ്. അണ്ണാ ഇത് നോക്കിയേ ഈ പിക്ക് നോക്ക്. നീ ഇവിടെ വാട്സാപ്പിലാണോ ഇവിടെ മെസ്സേജ്. അണ്ണാ പിക്ക് നോക്കണേ. അണ്ണ എന്നിട്ട് ആരാ നോക്കണത്? അണ്ണ ആരാന്ന് അണ്ണ ആലോചിച്ചോക്കെ. അണ്ണാ മുടി കളർ നോക്കിയ ആരാന്ന്? ഓ അതാരാ? മറ്റേ പെണ്ണാരാ? അത് റോസ്ലി. അണ്ണ ഇന്ന് മെഞ്ഞണം വന്നിട്ട് എല്ലാ പെണ്ണുകളെയും മറ്റേ കെട്ടിപ്പിടിക്കായിരുന്നു. മറ്റേ കാണുന്ന എല്ലാ പെണ്ണുകളും മറ്റേ സറാള, പിന്നെ അത് ലിസ, പഴയ ലിസ. പ്രശ്നമാണ്. 2 ദിവസം നമ്മള് പോയപ്പോ ആള് സിറ്റി കയറി. ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് വെറുതെ ആണോ വരാഞ്ഞ്? നിന്നെ എനിക്കിപ്പോ കാണുമ്പോ ചിരി നിനക്ക് എത്ര വയസ്സുണ്ട് ബാല ഇപ്പൊ? എനിക്ക് 24. 24. എടാ 21 വയസ്സുള്ള കൊച്ചിറക്കനായിട്ടാണ് രാത്രി നീ അടി ഉണ്ടായത്, അറിയോ? പോട്ടണ്ട അതൊക്കെ ഒരു പണ്ടൊക്കെ 2 അടിയൊക്കെ ഇല്ല. അവരോട് പറയട്ടെ, അവര് 35-ന് റെഡി ആവുന്നല്ലേ പറഞ്ഞത്. നമ്മൾ അടി ഉണ്ടാക്കുന്ന പ്രായം ചോദിക്കും. അന്ന് വിശദീകരിക്കണ്ട എന്തിനാ വെറുതെ. അടിയും തെറിവിളിയും കഴിഞ്ഞ ശേഷം നീ കെട്ടിപ്പിടിച്ച് കരയണവനെ. എല്ലാരും. എടാ ഞാൻ വേറെ കാര്യം പറയട്ടെ, ഈ ഇവനുണ്ടല്ലോ രാത്രി ഉമ്മ വെച്ച് എന്റെ ഒരു ചെള്ള അഞ്ച് വട്ടം ടവലെടുത്ത് തുടച്ച് ഞാൻ 5 വട്ടം. അതുകൊണ്ടല്ലോ എങ്ങനെയാലും ഇവനെ കിടത്തി ഉറക്കാൻ നോക്കുമ്പോ ഒരു ഉമ്മയും കൂടെ തന്നാ ഞാൻ ഉറങ്ങിക്കോളാം. ഭയങ്കര വൾഗറായിരുന്നു ബാല, പറയാതിരിക്കാൻ വയ്യ. വൾഗർ എന്നെ രാത്രി യൂസ് ചെയ്ത് കേട്ടാ. ബാല അച്ഛൻ പറഞ്ഞ കണ്ണാടി രേസില് അത് മറ്റേ വാസന്റെ കസിൻ കണ്ണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൈയില്ലാത്ത എക്സ്ട്രാ 4 എണ്ണം ഇരിക്കില്ലടാ. എന്തൊക്കെ തരം പിള്ളേരാണ്. പിള്ളേരൊക്കെ സെക്കൻഡോട് പറയാണേ, എടാ കാറിൽ വെച്ചിട്ട് പറയാണേ, കാറിൽ വെച്ചിട്ട് പറയാ വാസണ ഞാൻ പറഞ്ഞാ പറയടാ, എനിക്ക് എല്ലാരോടും സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കങ്ങ് മടിയാണ്. സ്റ്റാർട്ടിങ് ട്രബിളേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോ ഓക്കെ ആയിരിക്കുന്നു. എന്നിട്ട് നമ്മള് റിസോർട്ടിൽ പോയി കിടന്ന് ഉറങ്ങി എണ്ണീറ്റ ശേഷം ഇവൻ എവിടുന്നോ ഒരു പെഗ്ഗെന്തോ അടിച്ചിട്ട് നേരെ വന്നിട്ട് കെവിനെ തള്ളക്കി കെവിൻ ബോബ് എനിക്ക് പാലിന് എല്ലാത്തിനും കിട്ടി. കെവിന് ബോബിനായിരുന്നു കൂടുതൽ. എനിക്ക് എന്തിനൊരു പയ്യരുത് കെവിനെ അതൊന്നല്ല കോമഡി. ഇതൊക്കെ നടന്ന് നമ്മള് ലേറ്റ് ആയിട്ട് വൈകിട്ടല്ലേ എത്തിയത്. നമ്മള് വൈകിട്ട് അവിടെ വന്ന് എത്തിയത് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് 4 ഉമ്മ നമ്മളെല്ലാത്തിനും. അണ്ണ ഇതൊന്നും അല്ല അണ്ണ, അണ്ണ എന്റെ കൈ കടന്നിൽ പിടിച്ചില്ലേ, ഇവനാണ് എന്നെ മറ്റേ റോഡില് എന്നുവെച്ചാ മറ്റേ റിസോർട്ടിന്റെ റോഡില് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവൻ ഫോൺ എടുത്തിട്ട് അവന്റെ അച്ഛനെ വിളിച്ചു, ഇപ്പൊ ശരിയാക്കി തരാന്ന്. അച്ഛനെ വിളിച്ചിട്ട് അത് ഒരു കടന്തല അടിച്ചത്, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചോദിച്ചാ. എന്നിട്ട് 10 മിനിറ്റ് റെസ്പോൺസിബിൾ ആയിട്ട് എന്റെ പറഞ്ഞ് അത് ചുണ്ണാമ്പ് തേച്ചാ മതി എന്ന്. എല്ലാം കഴിഞ്ഞിട്ട് രാത്രിയില് 2ാമത്തെ ദിവസം രാത്രി നിങ്ങൾ എല്ലാരും പോയി കിടന്ന് ഉറങ്ങിട്ടോ. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളേ, ഞങ്ങള് പാട്ടൊക്കെ പാടിയിരിക്കുകയാണ് കേട്ടോ. കുറുപ്പ് വന്നിട്ടേ
എന്റെ അടുത്ത് അണ്ണാ ഒരു കാര്യം പറ. എന്നോട് ചെവിയിൽ ആരും കേൾക്കാതെ എന്റെ ചെവി വന്നിട്ട് പറയാനേ ഈഗിൾ ബ്രോ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് കേട്ടോ. ഞാൻ വെച്ചിട്ട് ആരെല്ലാം പറ്റി കുറ്റം പറഞ്ഞാണോ? ഞാനത് വിചാരിച്ചു രഹസ്യം എന്നൊക്കെ പറഞ്ഞ സ്കീം വല്ലതും ആയിരിക്കും. എന്റെ ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ പറയണം. അഥവാ ബാസൊക്കെ ഉള്ള സൗണ്ട് വെച്ചിട്ട് പൂളിലിറങ്ങാത്ത മോശമായി പോയി കേട്ടോ. അതിന്റെ കുറവൂടെ ഉള്ള നമ്മളിപ്പോ ബിസി ചെയ്യുന്ന ബാലൻ 2.0 കെവിനെ പ്ലാച്ചി വിട്ട് പൂളി വെച്ചിട്ട് ബാക്കിൽ വന്നിട്ട് എന്തൊക്കെയാ പൂളിലാണ് മറ്റേ കറക്റ്റ് ശബ്ദം പ്ലക്കോ എനിക്ക് നല്ല അംശമുണ്ട്. ആ രാത്രി ബാലൻ എന്നെ യൂസ് ചെയ്തോ. കാരണം രണ്ടാമത്തെ ദിവസം എനിക്ക് ട്രക്കിങ്ങിനൊക്കെ പോയപ്പോ എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട്. നടുവല്ല ചന്തി. എല്ലാരും വാറിന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ചിരികളൊക്കെ മീറ്റപ്പിൽ വരാത്ത പൊണ്ടച്ചേക്ക് എടുത്ത് മാറ്റി അങ്ങോട്ട് മാറ്റി മനസ്സിലാവില്ല. ഇല്ല താല്പര്യമില്ല. നിന്നെ കളി താല്പര്യമില്ല. ഞങ്ങളത് മാറില്ല. ഞങ്ങളത് മീറ്റപ്പിന്റെ ഡിസ്കഷൻ ആണ്. അതെ സെക്കൻഡ് ദിവസം രാത്രി നല്ല വൈബായിരുന്നു. സത്യം പാട്ടൊക്കെ പാടി എടാ നിങ്ങൾ എല്ലാരും കൂടെ എടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോ അയച്ചേരണേ. ടിവിയുടെ മീറ്റപ്പിൽ സാധാരണ ഞാനാണ് ഇനിഷ്യേറ്റ് ചെയ്യണം ആ കാര്യമൊക്കെ. എടുത്തായിരുന്ന അണ്ണാ ഫോട്ടോ എടുത്തായിരുന്നോ? ഒന്ന് അയച്ചായിരുന്നു. ഫോട്ടോ ഉണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ഇവനെ വെട്ടിക്കേറ്റാണ് ഇവൻ. ആരെങ്കിലും ആളുകളുടെ ജിമ്മിലെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വെട്ടിക്കേറ്റും. ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കേ. അതായത് പിന്നെ എല്ലാം പോട്ടറാ. മീറ്റപ്പ് ഡിസ്പേഴ്സ് ആവാൻ നേരം ഒരുത്തം ബുള്ളറ്റ് ഒക്കെ പിടിച്ചു വന്നേക്കണ്. 50 ഒരു ജവാനൊക്കെ കഷത്തി വെച്ച് മീറ്റപ്പ് തീരാറായപ്പോ ബർത്ത്ഡേ പറഞ്ഞേട്ടാ. എന്തൊക്കെ തരം പിള്ളേരൊക്കെ അല്ലേ. ഇനിയൊന്നും മാറുണ്ടാവോ? ഞാൻ മലയിൽ പോയി തണുത്ത് പറിച്ചത് പണ്ട്. മുടങ്ങണേന്ന് പ്രാർത്ഥിച്ച് 50 എന്താണ് തള്ളക്കി വിളിച്ചാ നമ്മള് അല്ലേ അണ്ണാ? സത്യം. അറഞ്ചാൻ പുറഞ്ഞാ തള്ളക്കി വിളി രാത്രി. ഞാൻ ഒരു കാര്യം പറയട്ടെ എല്ലാവരുടെ ഈ ചന്ദ്രനല്ലേ ഇവനൊരു ഊമ്പന. ഇവൻ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് രാവിലെ ആയപ്പോ എന്നോട് പറയാ പട്ടിയെ നോക്കാൻ ആളില്ല. അത്രയും സൗകര്യ സ്ഥലം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ കൊണ്ടുവന്നേ. അവിടെ സത്യം പറഞ്ഞു ഞാൻ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്ന അളിയാ. മറ്റേ പോസ്കോ മോസ്കോ അണ്ണാ ഒരു പട്ടി എന്നെ കുഴി കൊണ്ടുവരണ്ടായിരുന്നു. കോമഡി അല്ല. അമ്പത്തൂര് വണ്ടിയൊക്കെ പിടിച്ച് രാത്രി വന്നപ്പോ നമ്മുടെ കൂട്ടത്തിലൊരു പയ്യൻ പട്ടിയെ കളിപ്പിച്ചോണ്ടിരിക്കായിരുന്നു മോസ്കോ എന്ന്. അമ്പത്തൂരിനെ പോസ്കോ എന്ന് പറഞ്ഞെന്ന് വിചാരിച്ചു ഇവൻ പിണങ്ങിയൊക്കെ തിരിച്ചു പോയി. രാത്രി പയ്യൻ അണ്ടാ ഇത്രയും ദൂരം ഓടി വന്നത് നിങ്ങളെ കാണാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഇങ്ങനൊന്നും എനിക്ക് കേൾക്കാൻ പറ്റൂല. ബുള്ളറ്റ് അത് ബുള്ളറ്റിനൊക്കെ അത് മഴയത്ത് ബോധം വന്നോ? എത്ര ഈ കുടിക്കില്ലേ അമ്മോ. ഇത്ര കപ്പാസിറ്റി ഉള്ള അത് ഡ്രൈ ആണ്. ഡ്രൈ പ്ലേറ്റ് വലിയ ചേച്ചി ഉറപ്പാ. ഉറപ്പല്ലേ? ഇന്ന് പ്രിയോർ അടിക്കുന്നുണ്ടോ? അണ്ണോ ആറടിക്കണ്ടേ അണ്ണ? അണ്ണ മാറ്. നമ്മള് ഇറക്കിക്കോ വന്ന് കഴിഞ്ഞ് ടൂറിട്ട് വന്നാ ഗാലഡി ഐസ് ഒരു വീഡിയോ ഞാൻ നോക്കട്ടെ.
അണ്ണാ മറ്റേ 3063-ലാണ്. ഇവരൊക്കെ എനിക്കൊന്ന് ആ